നമ്മൾ നേരത്തെ കണ്ടു മഞ്ചേരിയിൽ PV അൻവറിന്റെ പരിപാടിയിലേക്ക് കുറേ വ്യക്തികൾ, കുറേ ആളുകൾ ഈ രാഷ്ട്രീയമൊക്കെ മറന്ന് എത്തിയിരുന്നു. പ്രതിപക്ഷത്തിന് ചെയ്യേണ്ട ജോലി PV അൻവർ ചെയ്യുന്ന ആളുകളുടെ പ്രതികരണം നമ്മൾ കേട്ടു. ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഒരു വ്യക്തി, അത് ബാപ്പു വെള്ളിപ്പറമ്പാണ്. അതുമായി ബന്ധപ്പെട്ടൊരു വ്യാഖ്യാനം, അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ തേടുകയാണ്. അദ്ദേഹം നമുക്കിപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബാപ്പു വെള്ളിപ്പറമ്പ, ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു വിശദീകരണ യോഗത്തിൽ, ഒരു നയപ്രഖ്യാപന യോഗത്തിൽ താങ്കൾ പങ്കെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? യോഗത്തിനല്ല മാഡം ഞാൻ പങ്കെടുത്തത്. എന്റെ ഗാനമേള ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് ഗാനമേള ട്രൂപ്പുള്ള ആളാണ് ഞാൻ. ഗാനമേള ട്രൂപ്പ് ഗാനരചയിതാവ് കൂടിയാണ് ഞാൻ. അപ്പൊ 2011 മുതൽ അദ്ദേഹത്തിന്റെ പരിചയക്കാരനും അദ്ദേഹത്തിന് പാട്ട് എഴുതി കൊടുക്കുന്ന ആളും അദ്ദേഹത്തിന്റെ ഇലക്ഷന്റെ വർക്ക് പരസ്യ വിഭാഗം ചെയ്ത ആളുമാണ് ഞാൻ. അപ്പൊ ഈ പ്രാവശ്യം എന്നെ വിളിച്ചു, കുറച്ച് പാട്ടുകൾ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പാട്ട് റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഇന്നലെ എന്നോട് വിളിച്ചു പറഞ്ഞു, അവിടെ 4 മണി മുതൽ 6 മണി വരെ ഒരു ഗാനമേള നടത്തണം. അങ്ങനെയാണ് 4 മണി മുതൽ 6 മണി വരെ എന്റെ ട്രൂപ്പ് പോയിട്ട് അവിടെ ഗാനമേള നടത്തുന്നത്. ലൈവായിട്ട് എല്ലാ ഇതിലും വന്നിട്ടുണ്ട് ആ ഗാനമേള ട്രൂപ്പ്. എന്റെ ഗാനമേള ട്രൂപ്പാണ്. ആ ഗാനമേള കഴിഞ്ഞു. അദ്ദേഹത്തിനോട് എനിക്ക് അതിന്റെ പേയ്മെന്റ് വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തിനോട് ചെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ എത്തിയിരുന്നു. ഞാൻ പേയ്മെന്റ് ചോദിച്ചു. ഇപ്പൊ എന്നോട് മാനേജറോട് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞ് ഞാൻ എഴുതിയിട്ട് പോകുന്നതാണ്. അദ്ദേഹം എന്റെ സുഹൃത്താണ്, നല്ല സുഹൃത്താണ്. ആ സമയത്ത് അങ്ങനെ എണീറ്റും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് മീഡിയ വണ്ടിന്റെ ആളുകൾ എന്നോട് വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് നിലപാട് മാറ്റിയോന്ന് ചോദിച്ചു. ഇല്ല, എന്റെ നിലപാട് മാറ്റിയിട്ടൊന്നുമില്ല, ഞാൻ പഴയ നിലപാട് തന്നെയാണ്. അൻവറിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. ഉണ്ടായത് കൊണ്ടാണല്ലോ അദ്ദേഹം വിളിച്ച പരിപാടി വന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തോട് താങ്കൾക്ക് യോജിപ്പില്ല? രാഷ്ട്രീയത്തിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനൊരു ഇടതുപക്ഷ മൈൻഡിലുള്ള ആളാണ്. അദ്ദേഹം ഇപ്പൊ ഏത് രീതിയിൽ വരും എന്നുള്ളതൊക്കെ കണ്ടറിഞ്ഞിട്ട് വേണം അതിന് തീരുമാനിക്കാൻ. ഈ അദ്ദേഹത്തിന് വേണ്ടി ഇതിനു മുൻപ് പരസ്യവും ഇതിനൊക്കെ പ്രചാരണവും ഒക്കെ നടത്തിയിരുന്നു. അത് അദ്ദേഹം ഇടത് സ്വതന്ത്രനായി നിന്ന സമയത്താണ്. 11 മുതൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഈ പ്രാവശ്യം എന്നെ വിളിച്ചത് എന്റെ ജോലി ഇതാണ്, എനിക്ക് വേറെ ജോലിയില്ല. മനസ്സിലായി. എഴുത്തുകാരനും പാട്ടുണ്ടാക്കലും. ഞാൻ ഈ സുരേഷ് ഗോപിക്ക് പ്രാവശ്യം ഞാൻ ആ പാട്ടുണ്ടാക്കി കൊടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം BJPന്റെ മൊത്തം സ്ഥാനാർത്ഥികൾക്ക് ഞാൻ ആ പാട്ടുണ്ടാക്കി കൊടുക്കാറ്. താങ്കളുടെ രാഷ്ട്രീയ നിലപാട് അതിൽ മാറ്റം വന്നിട്ടില്ല? രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല. ഞാൻ ആ സ്റ്റേജിൽ തന്നെ മീഡിയ വണ്ണാർക്ക് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ നിലപാടിലൊന്നും ഞാൻ മാറ്റം വന്നിട്ടില്ല. ഒരു രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന ആള് പെട്ടെന്ന് മാറാൻ കഴിയുമോ? അത് അദ്ദേഹത്തിന് പറയും. ഞാൻ അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. അങ്ങനെ മാറാൻ കഴിയുമെന്ന് അൻവർ കാണിച്ചിരുന്നുണ്ട്. മാറാൻ കഴിയൂലല്ലോ എനിക്ക്. എന്നോട് മാറാൻ അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ശരി, മനസ്സിലായി. താങ്കൾ പറഞ്ഞ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. താങ്കളുടെ തൊഴിലാണ്, താങ്കൾ അത് ചെയ്തു. അതല്ലാതെ അതിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഒരു കാര്യവും ഇല്ല. വളരെയധികം നന്ദി ശ്രീ ബാപ്പു വെള്ളിപ്പറമ്പ് സംസാരിച്ചതിന്.